ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ജെൻഡർ പെർസ്പെക്റ്റീവ്സ് ഇൻ ലിറ്ററേച്ചറിലെ 8th ചാപ്റ്ററാണ്. ബ്രേക്കിംഗ് ബാരിയേഴ്സ്, ദ ക്വസ്റ്റ് ഓഫ് പലസ്തീനിയൻ വിമൻ ഇൻ ലീഡർഷിപ്പ്, വീരബാബുവിൻ്റെ ചാപ്റ്ററാണ്. അപ്പം ഇതിൽ ടെക്സ്റ്റ് വായിക്കേണ്ട ഒരു ആവശ്യമേ ഉള്ളൂ. അതുകൂടാതെ പിന്നെ വേണ്ടത് ആ ഗ്ലോസറി പാർട്ടാണ്. ടെക്സ്റ്റിൽ അവിടെ കുറച്ച് ടേംസ് കൊടുത്തിട്ടുണ്ട്, ടോക്കണിസം, ഗ്ലാസ് സീലിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ടേംസും അതിൻ്റെ മീനിങ്സുമാണ് ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത്. സോ ഫസ്റ്റ് ടോക്കണിസം ആണ്. ടോക്കണിസം എന്ന് വെച്ചാൽ മൈനോറിറ്റി ഗ്രൂപ്പിലുള്ള അല്ലെങ്കിൽ അതിൽ ബിലോങ് ചെയ്യുന്ന ഒരാളെ ഹയർ ചെയ്യാണ്, എന്തെങ്കിലും ഒരു എന്താ പറയുക പൊസിഷനിലേക്ക് ഹയർ ചെയ്യാണ്. ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിറ്റിസിസം പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ എല്ലാവരെയും ഈക്വലി ആണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും ആ ഒരു ഇംപ്രഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ടോക്കണിസം ചെയ്യുന്നത്. ആ ഒരു ഇംപ്രഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഹയർ ചെയ്യുന്നത്. സോ കാണുന്ന ആൾക്കാർ വിചാരിക്കും എല്ലാവരും ഈക്വലി ആണ് ട്രീറ്റ് ചെയ്യുന്നത് എന്ന്. പക്ഷേ അവർക്ക് ജസ്റ്റ് ഒരു ഇംപ്രഷന് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു മൈനോറിറ്റി ഗ്രൂപ്പിൽ നിന്ന് ആൾക്കാരെ ഒരു പൊസിഷനിലേക്ക് ഹയർ ചെയ്യുന്നത്. ശരിക്കും അവർക്ക് ആ ഒരു പൊസിഷൻ കൊടുക്കുന്നില്ല. ഇനി വരുന്നുണ്ട് ഗ്ലാസ് സീലിംഗ്. ഗ്ലാസ് സീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സൊസൈറ്റി എന്താ പറയുക, ഇപ്പം വിമൺ എന്ന് പറയുമ്പം നമുക്കറിയാം എപ്പോഴും മൈനോറിറ്റി പോലെയാണ് എല്ലാവരും ട്രീറ്റ് ചെയ്യുന്നത് പണ്ട് മുതലേ. അപ്പോൾ ഗ്ലാസ് സീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഒബ്സ്റ്റക്കിളാണ്. അതായത് ഒരു ഹൈ ലെവൽ മാനേജ്മെൻറ്റ് പൊസിഷനിലേക്കൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പം അവർ അതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാണ്, എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾ ക്രിയേറ്റ് ചെയ്തിട്ട് പ്രിവെൻറ്റ് ചെയ്യാണ്. അങ്ങനെയുള്ള പൊസിഷൻ അവർക്ക് കൊടുക്കുന്നില്ല. സോ ഇത് എന്താ പറയുക, ഡിസ്ക്രിമിനേഷൻ ആണ് കാണിക്കുന്നത്. പിന്നെ വരുന്നതാണ് മൈക്രോ അഗ്രഷൻ. മൈക്രോ അഗ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സെറ്റിലായിട്ടുള്ള ലാംഗ്വേജ് ടാക്ടിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് എന്തെയാണ് ഒരു ബുള്ളി പോലെ, അതായത് ബുള്ളിങ് തന്നെയാണ്, ബുള്ളി ചെയ്യാണ് ഒരാളെ ഇപ്പം എക്സ്ക്ലൂഡഡ് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ അവരെ ബുള്ളി ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ ലാംഗ്വേജ് അത് എന്താ പറയുക, അവരെ ഒരു അതർ കമ്മ്യൂണിറ്റിയിലുള്ള ഇതായിട്ട് കാണുക, അതായത് ഡിഫറെൻ്റ് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് അവരെ ആ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ലാംഗ്വേജ് ടാക്ടിക്സ് ഉപയോഗിച്ച് അങ്ങനെ ബുള്ളി ചെയ്യുക. അതിനെയാണ് മൈക്രോ അഗ്രഷൻ എന്ന് പറയുന്നത്. ഈ മൈക്രോ അഫർമേഷൻ ഉണ്ട്. മൈക്രോ അഫർമേഷൻ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു മൈക്രോ ഗെസ്റ്റേഴ്സോ ഒക്കെ കാണിച്ചിട്ട്, അതായത് ഇപ്പം ഫേഷ്യൽ എക്സ്പ്രഷൻ ആവാം, നോഡ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേർഡ്സോ ടോൺ ഓഫ് വോയിസോ ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരാളെ നമ്മൾ കെയർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ലിസൺ ചെയ്യുന്നുണ്ട്, അത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഷൻ കാണിക്കുന്ന രീതിയിലുള്ള എന്ത് ഗെസ്റ്റേഴ്സുമാണ് ഈ മൈക്രോ അഫർമേഷനായിട്ട് പറയുന്നത്. പിന്നെ ഒരു ഇൻക്ലൂസിവിറ്റിയാണ്. അതായത് ഇൻക്ലൂസിവിറ്റി എന്ന് നമുക്കറിയാം ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളൊരു മീനിങ് ആണ്. അതായത് എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുക, എല്ലാ റിസോഴ്സസിനോടും ആക്സസ് കൊടുക്കുക. ഇപ്പോൾ ഒരു മാർജിനലൈസ്ഡ് ആണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാരാണെങ്കിലോ അവരെ എല്ലാ കാര്യങ്ങൾക്കും ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ യിൻ യാങ്, ഇതൊരു ചൈനീസ് ഫിലോസഫിയിലെ ഒരു കോൺസെപ്റ്റാണ്. യിൻ ആൻഡ് യാങ് എന്ന് വെച്ചാൽ ഇൻ്റർ കണക്റ്റഡ് ഫോഴ്സസിനെയാണ് കാണിക്കുന്നത്. അതായത് ഒരു സെൽഫ് സസ്റ്റെയിനിങ് സൈക്കിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫോഴ്സസ്, ഇൻ്റർ കണക്റ്റഡ് ഫോഴ്സസിൽ കാണിക്കും. ഇത് രണ്ട് കോംപ്ലിമെൻ്ററി എലമെൻസിനാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാ ആസ്പെക്ട്സിലും ലൈഫിൽ തന്നെ ഫിനോമിനയിലും എല്ലാ പ്രോസസ്സ് കവർ ചെയ്യുന്നതിലുമൊക്കെ ഈ ഒരു രണ്ട് കോംപ്ലിമെൻ്ററി എലമെൻസും ആവശ്യമാണ് എന്നുള്ളത് കാണിക്കുന്ന ഒരു കോൺസെപ്റ്റാണ്. ഇത് കാണിക്കുന്നത് ലൈറ്റ് ആൻഡ് ഡാർക്ക് ഹാഫ്സ് ഓഫ് എ സർക്കിളാണ്. അപ്പോൾ യിൻ സിംബലൈസ് ചെയ്യുന്നത് എർത്തും ഫെമിനൈറ്റിയും ഡാർക്ക്നെസ്സും പാസിവിറ്റിയും ഒക്കെയാണ്. യാങ് സ്റ്റാൻഡ് ചെയ്യുന്നത് ഹെവൻ, മസ്കുലൈനിറ്റി, ലൈറ്റ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കാണ്. അപ്പം യിന്നും യാങ്, അതായത് ഫീമെയിലും മെയിൽസും ചേർന്ന് നല്ലൊരു എന്താ പറയുക ഇത് ക്രിയേറ്റ് ചെയ്യാൻ, നല്ലൊരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. രണ്ടുപേരുടെ ലീഡർഷിപ്പ് ക്വാളിറ്റീസും ആവശ്യമുണ്ട് ഒരു സൊസൈറ്റി ബിൽഡ് ചെയ്തെടുക്കുന്നതിന്. ഇതാണ് അതിലൂടെ പുറത്തു കൊണ്ടുവരുന്നത്. സോ ഇത്രയും കാര്യമാണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ എല്ലാ ടേംസും ഓർത്ത് വെക്കുക, മീനിങ് എന്താണെന്ന് ഓർത്ത് വെക്കുക. താങ്ക് യു.